ഈ വഖഫ് വിഷയം അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഈ മുനമ്പത്തെ വഖഫ് വിഷയം ഒരു സമവായ ശ്രമങ്ങളിലൂടെ പരിഹരിക്കാൻ സാധിക്കുന്ന ഒരു വിഷയമാണോ, അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന് മാത്രം വിചാരിച്ചാൽ ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുമോ? ഫാദർ ടോം മൊലിക്കരോച്ച്. ജോർജി, വഖഫ് വിഷയത്തിൽ നാം ഇതുവരെ നടത്തിയ പഠനങ്ങളിലും ചർച്ചകളിലും നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, വഖഫ് നിയമം ഇന്ത്യൻ പാർലമെന്റിന്റെ ആത്യന്തികമായ പരമാധികാരത്തിൽപ്പെട്ട ഒരു കാര്യമാണ്. അതിന് മതസംഘടനകൾക്കോ സാമുദായിക സംഘടനകൾക്കോ അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെന്റുകൾക്കോ അവർ ഏർപ്പെടുത്തുന്ന കമ്മീഷനുകൾക്കോ ഒന്നും വഖഫ് നിയമത്തിന്റെ പ്രയോഗത്തിൽ നിന്ന് അതിന്റെ ആഘാതത്തിന് ഇരകളായിരിക്കുന്ന മനുഷ്യർക്ക് ഒരു സംരക്ഷണവും നടത്താൻ പറ്റില്ല. ഇനി സംസ്ഥാന സർക്കാരിന് പരമാവധി എന്താണ് ഈ വിഷയത്തിൽ ചെയ്യാവുന്നത്? വഖഫ് ബോർഡിനോട് റിക്വസ്റ്റ് ചെയ്യാം. എന്നാൽ അങ്ങനെ ഒരു റിക്വസ്റ്റിന് സംസ്ഥാന ഭരണകൂടം താണുവണങ്ങി ഒരു മത സംവിധാനത്തിന്റെ മുമ്പിൽ, കാര്യനിർവഹണ സമിതിയുടെ മുമ്പിൽ നിൽക്കുക എന്ന് പറയുന്നത് തന്നെ ഈ ജനാധിപത്യ ഭാരതത്തിന്റെ പൗരന്മാരെന്ന നിലയിൽ നമുക്ക് എത്രയോ അപമാനകരമായ ഒരു കാര്യമാണ്. യാഥാർത്ഥ്യം ഇതായിരിക്കെ മുനമ്പത്തെ ജനതയെ മാത്രമല്ല, ഭാരതത്തിലുടനീളം വഖഫിന്റെ അധിനിവേശങ്ങൾക്ക് ഇരയായി കഴിയുന്ന മനുഷ്യരെ വളരെ സമർത്ഥമായി പറ്റിക്കാൻ ശ്രമിക്കുകയാണ് കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഈ ദിവസങ്ങളിൽ. ഇന്ന് നമ്മൾ നടന്ന ചർച്ചയിൽ ഒരു ഉന്നതാധികാര സമിതിയെ നിയമിക്കാം, വിഷയം പഠിക്കാം എന്നൊക്കെ പറയുന്നു. പഠിച്ചിട്ട് എന്ത് ചെയ്യാനാണ്? ഈ വിഷയത്തിൽ ജോർജി, യഥാർത്ഥത്തിൽ സംസ്ഥാന ഭരണകൂടത്തിന്, ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് മുനമ്പത്തെ മനുഷ്യരെ കുറിച്ചോ വഖഫിന്റെ ഇതേ തരത്തിലുള്ള അധിനിവേശങ്ങൾക്ക് ഇരയായിട്ടുള്ള കേരളത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ, തളിപ്പറമ്പിലും വയനാട്ടിലും അങ്ങനെ നിരവധി അനവധി സ്ഥലങ്ങളിലുള്ള മനുഷ്യരോട് പക്ഷം ചേരാനുള്ള ഒരു ധാർമ്മിക ബോധമുണ്ടായിരുന്നെങ്കിൽ, ഈ കിടപ്പാടം നഷ്ടപ്പെടുന്ന മനുഷ്യരുടെ വേദനയെക്കുറിച്ച് തിരിച്ചറിവുണ്ടായിരുന്നെങ്കിൽ, ആദ്യം അവർ ചെയ്യേണ്ടിയിരുന്നത് നിയമസഭയിൽ ഇവർ 140 പേരും ഒന്നിച്ചു ചേർന്ന് പാസാക്കിയ ഇതിൽ ഈ വഖഫ് നിയമത്തിന് എന്തെങ്കിലും ഒരു അതിന്റെ ആഘാതത്തിൽ നിന്ന് പാവപ്പെട്ട മനുഷ്യരെ രക്ഷിക്കാൻ സാധിക്കുന്ന ഒരേ ഒരു കാര്യം കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കാൻ ഒരുങ്ങുന്ന നിയമ ഭേദഗതിയാണ്. ഇരുട്ടിന്റെ മറവിൽ അധികാരത്തിന്റെ തണലിൽ കോൺഗ്രസ് ഭരണകൂടങ്ങൾ ഇന്ത്യയിലെ ഇതര മതസ്ഥരുടെ മേൽ അടിച്ചേൽപ്പിച്ച ഈ കിരാത നിയമത്തിന് ഒരു പൊളിച്ചെഴുത്ത് കൊണ്ടുവരിക എന്നുള്ളത് മാത്രമാണ് ഇതിന് ശാശ്വതമായ പരിഹാരം. ആ പൊളിച്ചെഴുത്ത് നിയമ ഭേദഗതിക്കെതിരായ പ്രമേയം പാസാക്കിയ കേരള നിയമസഭയിലെ മുഖ്യമന്ത്രിക്കോ ഇടതുപക്ഷത്തിനോ ഭരണകൂടത്തിനോ കോൺഗ്രസിനോ മറ്റാർക്കാണ് ഇവിടെ സത്യസന്ധമായിട്ട് ഈ വഖഫ് നിയമത്തിന് ഭീഷണിയിൽ നിന്ന് ഇവിടുത്തെ മനുഷ്യരെ രക്ഷിക്കാൻ പറ്റുമെന്ന് പറയുന്നത്? അപ്പോൾ ഇവർ നടത്തുന്നത് ഇരയോടൊപ്പം ഓടുകയും വേട്ടനായോടൊപ്പം കുതിക്കുകയും ചെയ്യുന്ന വിചിത്രമായ നീതിയാണ് നടപ്പിലാക്കുന്നത്. മുനമ്പത്ത് വന്ന് കരഞ്ഞു കാണിക്കുകയും നിയമസഭയിൽ ഈ പാവപ്പെട്ട മനുഷ്യരെ വഴിയാധാരമാക്കുന്നതിന് അനുകൂലമായ ഒരു നിയമത്തിന് പിന്തുണ കൊടുക്കുന്നു, അല്ലെങ്കിൽ ഈ വഖഫ് നിയമം ഭേദഗതിക്ക് കേന്ദ്ര ഗവൺമെന്റ് തുനിയുന്നതിനെ എതിർത്തുകൊണ്ടുള്ള പ്രമേയം 140 പേരും ചേർന്ന് പാസാക്കുകയും ചെയ്യുന്ന വിചിത്ര നയം കണ്ട് നമ്മൾ അമ്പരന്ന് നിൽക്കുകയാണ്. അതുകൊണ്ട് ഈ കാണിക്കുന്നത് മുനമ്പത്തെ ജനതയുടെ കണ്ണിൽ പൊടിയിടാനുള്ള, അവരെ വഞ്ചിക്കുന്ന പ്രവൃത്തിയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇത് കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാനുള്ള രാഷ്ട്രീയക്കാരന്റെ കാഞ്ഞ ബുദ്ധിയാണ് എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം കേരളത്തിലെ മനുഷ്യർക്കുണ്ട്. മുനമ്പത്ത് കഴിഞ്ഞ നീണ്ട ദിവസങ്ങളായി സമരത്തിലിരിക്കുന്ന ആളുകൾക്കുണ്ട്, അവരെ പിന്തുണയ്ക്കുന്നവർക്കുണ്ട് എന്നുള്ളത് ഈ രാഷ്ട്രീയക്കാർ തിരിച്ചറിഞ്ഞാൽ അവർക്ക് നല്ലത്. നമ്മൾ ഓർക്കേണ്ട കാര്യം, ഇവരേത് കമ്മീഷനെ വെച്ചിട്ട് എന്ത് ചെയ്യാനാണ് ഇവിടെ? ജുഡീഷ്യൽ കമ്മീഷനെ വെക്കുമെന്നാണ് പറയുന്നത്. ജുഡീഷ്യൽ കമ്മീഷൻ പഠിച്ചിട്ട് എന്താണ് ചെയ്യാൻ പോകുന്നത്? അത് സത്യമായിട്ടുള്ള കാര്യം ഉണ്ട് വെച്ചാൽ, അതായത് ഈ ജുഡീഷ്യൽ കമ്മീഷന്റെ റിപ്പോർട്ട് വരുന്നത് വരെ നടപടികൾ നിർത്തിവെക്കും. ഇനി ആ റിപ്പോർട്ട് പോസിറ്റീവ് ഓർ നെഗറ്റീവ്, അതവിടെ ഒരു അനിശ്ചിതാവസ്ഥയിൽ അവിടെ നിൽക്കുവാണ്. അതെ ജോർജി, നടപടികൾ നിർത്തിവെക്കാമെന്നും ഇവർക്ക് പറ്റുമോ? വഖഫ് ബോർഡിനോട് അപേക്ഷിക്കാനല്ലേ പറ്റുള്ളൂ, അല്ലെ? വഖഫ് ബോർഡിനോട് നടപടികളിലേക്കൊന്നും പോകരുതെന്ന് അപേക്ഷിക്കാനല്ലേ പറ്റുള്ളൂ. നമ്മുടെ യഥാർത്ഥത്തിലുള്ള പ്രതിസന്ധി ഇതാണ് ജോർജി. അത് ഒരു മതസംവിധാനത്തിന്റെ മുമ്പിൽ ഒരു ഭരണകൂടം തലകുനിച്ച് കെഞ്ചി നിൽക്കേണ്ടി വരുന്നു. ഞാൻ പറയും, അത് ക്രൈസ്തവരുടെ മുമ്പിലാണെങ്കിലും ഹൈന്ദവരുടെ മുമ്പിലാണെങ്കിലും ഇസ്ലാമിന്റെ മുമ്പിലാണെങ്കിലും
അങ്ങനെ ഒരു മതസംവിധാനത്തിന് മുമ്പിൽ ജനാധിപത്യ രാഷ്ട്രത്തിലെ ഭരണകൂടം തലകുനിച്ചു നിൽക്കേണ്ടി വരുന്നു എന്ന് പറയുന്നതാണ് ഈ ജനാധിപത്യത്തിന്റെ ആത്യന്തികമായ തകർച്ചയും പൗരസമൂഹത്തിന്റെ ഗതികേടുമല്ലേ? ഈ ഗതികേടിലേക്ക് നമ്മളെ കൊണ്ടെത്തിച്ച ഒരു നിയമത്തിന്റെ പൊളിച്ചെഴുത്താണ് വഖഫ് വിഷയത്തിൽ ജോർജി ശാശ്വതമായ പരിഹാരം എന്ന് പറയുന്നത്. മറ്റൊക്കെയും ഇരുട്ടുകൊണ്ട് ഓട്ടയടിക്കാനും കണ്ണിൽ പൊടിയിടാനുമുള്ള രാഷ്ട്രീയ കൗടില്യമാണ്, തന്ത്രമാണ് എന്ന് നമ്മൾക്ക് തിരിച്ചറിവുണ്ടാകുന്നു എന്നുള്ളതാണ് ഇവിടെ പ്രധാനപ്പെട്ട കാര്യം. അച്ഛൻ പറഞ്ഞത് വളരെ കറക്റ്റാണ്. കാരണം ഇന്ന് ഈ ഉന്നതാധികാര സമിതിയുടെ യോഗത്തിന് ശേഷം മന്ത്രി പി രാജീവ്, മന്ത്രി കെ രാജൻ, ഒപ്പം തന്നെ മന്ത്രി അബ്ദുറഹ്മാൻ, ഇവർ മൂന്നുപേരും നടത്തിയ വാർത്താ സമ്മേളനത്തിലെ വളരെ ശ്രദ്ധിക്കേണ്ട, ഞെട്ടലോടെ കേൾക്കേണ്ട ഒരു വാക്കുണ്ട് മന്ത്രി പി രാജീവിന്റെ. ഞങ്ങൾക്ക് വഖഫ് ബോർഡിനോട് അഭ്യർത്ഥിക്കാനല്ലേ പറ്റുകയുള്ളൂ. അദ്ദേഹം അതിന്റെ ഒരു സാഹചര്യം എന്ന് പറയാൻ അദ്ദേഹം നടത്തിയ അഭ്യർത്ഥന ഇതാണ്: ഈ വഖഫിന്റെ നോട്ടീസ് ലഭിച്ച 12 കുടുംബങ്ങൾക്ക് നേരെയുള്ള നടപടികൾ നിർത്തിവെക്കണം, ഇനി ആർക്കും പുതിയൊരു നോട്ടീസ് കൊടുക്കരുതേ എന്ന് ഒരു ഭരണകൂടം വഖഫ് ബോർഡിന് മുന്നിൽ അപേക്ഷിക്കുന്നു അല്ലെങ്കിൽ അഭ്യർത്ഥിക്കുന്നു. അതാണ് ഈ ദയനീയ അവസ്ഥയാണ് ഈ ഇന്ത്യയിലെ പൗരന്റെ ഗതികേടെന്ന് പറയുന്നത്. കേരളത്തിലെ പൗരന്റെ ഗതികേടെന്ന് പറയുന്നത് നമ്മൾ സൂചിപ്പിച്ചതാണ്. പക്ഷെ ഈ മന്ത്രിമാർക്കോ ഭരണകൂടത്തിനോ MLA-മാർക്കോ അല്പമെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ അവർ ചെയ്യേണ്ട ഒരു കാര്യം ഉണ്ടായി. ഈ മനുഷ്യരുടെ ഒപ്പമാണ്, മുനമ്പത്ത് മാത്രമല്ല കേരളത്തിലുടനീളം വഖഫിന്റെ അധിനിവേശത്തിനിരയായ പാവപ്പെട്ട മനുഷ്യരുടെ ഒപ്പമാണ് നമ്മുടെ ഭരണകൂടമെങ്കിൽ, രാഷ്ട്രീയ നേതാക്കന്മാരെങ്കിൽ, നിയമസഭാ സാമാജികരെങ്കിൽ അവർ ആദ്യം ചെയ്യേണ്ടത് അവർ 140 പേരും ചേർന്ന് പാസാക്കിയ വഖഫ് നിയമ ഭേദഗതിക്കെതിരായ പ്രമേയം പിൻവലിക്കാനുള്ള സത്യസന്ധത കാണിക്കുക എന്നുള്ളതാണ്. ജോർജ്, ഈ വിഷയത്തിൽ രാഷ്ട്രീയക്കാർക്ക് നീതിബോധമുണ്ടെങ്കിൽ, നേരുണ്ടെങ്കിൽ, ആത്മാർത്ഥതയുണ്ടെങ്കിൽ അവർ ചെയ്യേണ്ടത്.